نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, ലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തഖികളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാനിൻ്റെ പകുതിയോട് നമ്മൾ അടുക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ അതിൻ്റെ പകുതിയോടടുത്തു. ഈ ഒരു സമയത്ത് അലസമായി തുടക്കത്തിലെ 2 ദിവസത്തെ ആവേശങ്ങൾ കഴിഞ്ഞ് വീണ്ടും അലസമായി ഒരു ഒഴുക്കൻ ജീവിതത്തിൽ പലതും ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ള തോന്നലുള്ളവർക്ക് പുനർവിചിന്തനത്തിനുള്ള സമയമാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടൽ. ഇതുവരെയുള്ളതിനേക്കാൾ കൂടുതൽ സജീവമാകേണ്ടത് അവസാന സമയത്തേക്കാണ്. ഒരിക്കലും നമുക്ക് കഴിഞ്ഞ നാളുകൾ തിരിച്ചു കിട്ടുകയില്ല. കഴിഞ്ഞത് എന്തായാലും തീർന്നുപോയി. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ളത് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പരിശുദ്ധ റമളാൻ തീരുമ്പോഴേക്ക് എല്ലാം നമുക്ക് ശുദ്ധീകരിക്കണം, എല്ലാം ശുദ്ധമാക്കണം. ഏതൊരവസരത്തിലാണ്, ഏത് സമയത്താണ് നമ്മുടെ റൂഹ് മലക്കുകൾ പിടിക്കുന്നത് എങ്കിലും വളരെ സംശുദ്ധമായിക്കൊണ്ട്, ശാന്തനായിക്കൊണ്ട്, സമാധാനത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, ശാന്തമായൊരു മനസ്സുമായി കൊണ്ട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ മനസ്സിലുള്ള സർവ്വ തിന്മകളും ശുദ്ധീകരിക്കേണ്ടതുണ്ട്, കറകൾ കഴുകിക്കളയേണ്ടതുണ്ട്. അതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം.
നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സമ്പത്ത് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേത് സക്കാത്താണ് എന്നുള്ളത് നമുക്കറിയാം. പരിശുദ്ധ റമളാനും സക്കാത്തുമായി ബന്ധമില്ലെങ്കിലും റമളാനിൽ ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു തിരിച്ചറിവുണ്ടാകാൻ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമുക്ക് അള്ളാഹു അനുവദിച്ച് തന്നിട്ടുള്ളത് ഹലാലായി നമുക്ക് എത്രയും സമ്പാദിക്കാം, പരിധി നിശ്ചയിച്ചിട്ടില്ല. സമ്പാദിക്കാൻ ഇത്രയേ സമ്പാദിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ ചില നിബന്ധനകളുണ്ട്. എത്രയും സമ്പാദിക്കാം, അതിൽ അർഹതപ്പെട്ടത് നൽകേണ്ടവർക്ക് നൽകണം എന്നുള്ളതാണ്. ഇതാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്നുള്ളത്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സംസ്കരണം എന്നുള്ളതാണ്. നമ്മുടെ പണം ശുദ്ധമാവണമെങ്കിൽ നമ്മൾ സക്കാത്ത് നൽകണമെന്ന്. അത് നൽകാതെ അള്ളാഹു നൽകിയ അപാരമായ ഔദാര്യം കൊണ്ട് മാത്രം നമുക്ക് ലഭിച്ച ആ പണം, സമ്പത്തിൽ നിന്നും സക്കാത്ത് നൽകാത്ത ആളുകൾക്ക് ഇരു ലോകത്തും ശക്തമായ ശിക്ഷയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്ത് ക്ഷാമമുണ്ടാവുമെന്നും പട്ടിണി ഉണ്ടാവുമെന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പരലോകത്ത് അല്ലേ, അന്ത്യനാളിൽ തകിടായി ചൂടുവെക്കുമെന്നും അത് കഴുത്തിൽ ചുറ്റുമെന്നുമെല്ലാം പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മെ താക്കീത് ചെയ്യുന്നുണ്ട്. വലിയ സർപ്പമായി അത് നമ്മെ ആക്രമിക്കുമെന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അവകാശികൾ 8 വിഭാഗക്കാരാണ്. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതു ഖുലൂബുഹും വഫിർ റിഖാബ് വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീദതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. 8 വിഭാഗക്കാരെ അള്ളാഹു കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു, വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അവർക്കാണ് സക്കാത്ത് നൽകേണ്ടത്. അത് കൃത്യമായ കണക്കനുസരിച്ച് നോക്കി പണമാണ് ഒരു വർഷം നമ്മുടെ കയ്യിൽ ബാലൻസ് ആയിക്കൊണ്ട് മറ്റു ചെലവുകളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളത് എങ്കിൽ 590 ഗ്രാം വെള്ളിയുടെ വില എത്രയാണോ അത് കണക്കാക്കിക്കൊണ്ട് അതിൽ കൂടുതലുള്ള പണമുണ്ടെങ്കിൽ ഏകദേശം 60,000-ൻ്റെയും 65,000-ൻ്റെയും ഇടക്കായിരിക്കും ഈ സമയത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്ര ഏകദേശം ആ കണക്ക് നോക്കിയിട്ട് അത്ര ഉണ്ട് എങ്കിൽ, അതിൽ കൂടുതലുണ്ട് എങ്കിൽ അതിന് നമ്മൾ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. കന്നുകാലികൾക്ക് സക്കാത്തുണ്ട്, സ്വർണത്തിന് സക്കാത്തുണ്ട്, ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ട്. അതൊക്കെ കണക്ക് നോക്കി നമ്മൾ നൽകണം. പ്രിയപ്പെട്ട സഹോദരിമാർ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ നിസ്വാബ് എത്രയാണ്, എത്രയുണ്ടെങ്കിലാണ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് അത് മനസ്സിലാക്കി സമയത്ത് റമളാനിലല്ല കൊടുക്കേണ്ടത്, ഒരു വർഷം തികയുമ്പോഴാണ്. എന്നാണോ ഒരാൾ ഒരു കച്ചവടം തുടങ്ങിയത്, ആ കച്ചവടം മുഹറം മാസത്തിൽ തുടങ്ങിയെങ്കിൽ അടുത്ത മുഹറം മാസം ആകുമ്പോഴാണ് അദ്ദേഹം സക്കാത്ത് കണക്ക് കൂട്ടി നൽകേണ്ടത്. എപ്പോഴാണോ ഒരാൾ കുറച്ച് ആഭരണം വാങ്ങിയത്, ആ ആഭരണം വാങ്ങിയ സമയം നമ്മൾ നോട്ട് ചെയ്യണം. 10.5 പവനിലധികമുണ്ടെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അത് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്ക് എത്രയോ ഇരട്ടിയായി പ്രതിഫലം നൽകാൻ അള്ളാഹു തയ്യാറാണ്. അത് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. നാം നൽകുന്ന തുച്ഛമായ സംഖ്യ വലിയ സംഖ്യയായിക്കൊണ്ട് വലിയ പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹു പരലോകത്ത് നമുക്ക് തിരിച്ചു തരുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലേ, ഒരുപാട് പിരിവുകളുണ്ടാവും പരിശുദ്ധ റമളാനാകുമ്പോൾ. അത് നമുക്ക് നല്ലതായി തോന്നണം. അതിനോട് വെറുപ്പും പ്രയാസവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. നമുക്കുള്ള പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം. നമുക്ക് അർഹതപ്പെട്ട ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്ക് 1-ാം സ്ഥാനം നൽകാൻ നമുക്ക് സാധിക്കണം. മതപരമായ സ്ഥാപനങ്ങളും മറ്റുമെല്ലാം മുന്നോട്ട് വരുന്നത് ആ ഒരു നന്മ, ആ ഒരു പ്രതിഫലം നമ്മൾ മരിച്ചാലും നമുക്ക് ബാക്കിയുണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ റമളാൻ മാസം അതിനെ ഉപയോഗപ്പെടുത്താൻ, അതിനുവേണ്ടി നീക്കിവെക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ സുപ്രധാനമായ ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസം കൂടിയാണ്. അതിൽ മുസ്ലിങ്ങൾ ഇന്നും വളരെ ആവേശത്തോടു കൂടി ഓർക്കുന്ന എന്നാണ് ബദറിൻ്റെ ചരിത്രം നമുക്കറിയാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഹിജ്റ 2 റമളാൻ 16-17 രാവിൽ ബദറിൽ പ്രതിരോധത്തിൻ്റെ യുദ്ധം നടക്കുകയായിരുന്നു. ആദ്യമായി യുദ്ധാനുമതി ലഭിക്കുകയും അങ്ങനെ പ്രതിരോധ യുദ്ധം നടക്കുകയും ചെയ്തതാണ് ഹിജ്റ 2 പരിശുദ്ധമായ റമളാനിൽ. ഈ റമളാൻ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഓരോ റമളാനിലും നമ്മൾ അത് ഓർക്കുകയും, എന്തിനാണ് ചരിത്രം പഠിക്കാനോ ആവേശം കൊള്ളാനോ അല്ല, അതിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകൊണ്ട് നമ്മുടെ തൗഹീദി ജീവിതത്തിന്, നമ്മുടെ ആദർശത്തിന് കരുത്തു പകരാൻ നമുക്കത് സാധ്യമാകും. വലിയ വളർച്ചയാണ് അതിലൂടെ ഇസ്ലാമിനുണ്ടായത്. ആ ഒരു ബദറിലൂടെ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് വളർച്ചയും വലിയ വിജയം വലിയ നന്മയും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വെറും 300-ലധികം വരുന്ന ആളുകൾ, 313 എന്നോ 17 എന്നോ 319 എന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. മുസ്ലിങ്ങൾ അത്ര കുറച്ച് മാത്രമുള്ള ആളുകൾ യുദ്ധത്തിന് വേണ്ടി പോയതല്ല.
അബൂജഹലിന്റെ നേതൃത്വത്തിൽ 3 ഇരട്ടി വരുന്ന 1000-ലധികം വരുന്ന ശത്രുക്കൾ, വെറും മുസ്ലിങ്ങൾ വെറും പ്രയാസങ്ങൾ നിറഞ്ഞ, പട്ടിണി നിറഞ്ഞ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു അവസരത്തിൽ ആയുധങ്ങളുടെ കുറവുമെല്ലാം ഉണ്ടായപ്പോൾ ഇവർ തമ്മിൽ പോരാട്ടം നടക്കുകയാണ്. ഒട്ടകങ്ങൾ കുറവായിരുന്നു, മാത്രമല്ല ഭക്ഷണം കുറവായിരുന്നു, ആളുകളും കുറവായിരുന്നു. കാരണം മുസ്ലിങ്ങൾ യുദ്ധത്തിന് വേണ്ടിയല്ല, അവരോട് ഒരു സംസാരം, ഒരു പ്രശ്ന പ്രതിരോധം തീർക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ശത്രുക്കൾ നിപുണരായ ആളുകൾ, 100 കുതിരകളും 600 പടയങ്കികളും ധാരാളക്കണക്കിന് ഒട്ടകങ്ങളും, ആ ഒട്ടകങ്ങൾ അറുത്ത് പാചകം ചെയ്യാൻ പാചകക്കാർ കൂടെ, അവർക്ക് നൃത്തം ചെയ്യാൻ നർത്തകിമാരും എല്ലാം ആയിക്കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഒരുങ്ങി വന്നതാണ്. മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ആദർശത്തിന്റെ ബലമായിരുന്നു. വാളിനേക്കാൾ ശക്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ശക്തമായ ഒരു ആയുധം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി ശക്തമായ പോരാട്ടം ബദറിൽ വെച്ച് നടന്നു. ആ ബദറിൽ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ കൊച്ചു സംഘം വിജയിച്ചു. പ്രിയമുള്ളവരെ, എന്താണ് വിജയിക്കാനുള്ള കാരണം? എന്താണ് യുദ്ധത്തിനുള്ള കാരണം? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്നും ഇത് വാളുകൊണ്ട് പ്രചരിച്ചതാണെന്നുമെല്ലാം പറയുമ്പോൾ ഉഹുദിന്റെയും ബദറിന്റെയും എല്ലാം ചരിത്രം പറഞ്ഞ് ഇവിടെയുള്ള ചെറുപ്പക്കാരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ശത്രുക്കൾക്കെതിരെ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തുന്നവർ, ആവേശം കൊള്ളിക്കുന്നവർ, യഥാർത്ഥത്തിൽ ബദറിന്റെ ചരിത്രം, അതിൻ്റെ മുമ്പുള്ള വർഷങ്ങൾ നീണ്ട പ്രയാസത്തിന്റെയും ക്ഷമയുടെയും വർഷങ്ങൾ പലപ്പോഴും ഓർക്കാറില്ല, പറയാറില്ല എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയിൽ ഒരുപാട് വർഷങ്ങൾ പീഡനങ്ങൾ സഹിച്ചു നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അള്ളാഹു അനുമതി നൽകിയപ്പോൾ മാത്രമാണ് യുദ്ധത്തിന് പോയത്. അത് ആ സാഹചര്യത്തിൽ കൊച്ചു സംഘങ്ങളാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വലിയ പാഠങ്ങൾ നമുക്കുണ്ട്. മുശ്രിക്കുകൾ മക്കയിൽ നിന്നും പീഡനങ്ങൾ സഹിച്ച് ഒരുപാട് കാലം നിന്നതിന് ശേഷം മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയിട്ട് സുഖമായി ജീവിക്കാം എന്ന് വിചാരിക്കാൻ നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെ അവർ അനുവദിക്കുന്നില്ല. മദീനയിൽ പോയിട്ടും മക്കയിലുള്ള മുശ്രിക്കുകൾ ഒരു സ്വൈരവും കൊടുത്തില്ല, സമാധാനം നൽകിയില്ല, വീണ്ടും ആക്രമിച്ചുകൊണ്ടിരുന്നു, പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അവർ ഉപയോഗിച്ച് കൊള്ളയടിച്ചുകൊണ്ട് അത് മുഖേന സമ്പത്ത് കച്ചവടം ചെയ്ത് മുസ്ലിങ്ങളുടെ സമ്പത്ത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളെ തകർക്കാനുള്ള വളരെ നീചമായ ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് അവർ മുസ്ലിങ്ങൾ പ്രതിരോധിക്കണമെന്നും അത് ചോദ്യം ചെയ്യണമെന്നും തീരുമാനിച്ചത്. അങ്ങനെ മദീനയിൽ ചെന്നിട്ടും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹു യുദ്ധത്തിന് അനുമതി നൽകുകയാണ്. ആ സമയത്ത് പ്രതിരോധിക്കാൻ ചെന്ന സമയത്ത് അവിടെ അനുമതി, ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് പ്രതിരോധത്തിനുള്ള അനുമതി നൽകുക. യുദ്ധത്തിനുള്ള ആ പോരാട്ടം, ജീവിതത്തിന്റെ നമ്മുടെ വീടുകളിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ അത് ചെറുത്ത് നിൽക്കാനുള്ളൊരു അവകാശമെങ്കിലും നമുക്കില്ല. ആ ഒരു അവകാശമാണ് അവിടെ ചെയ്യുന്നത്. ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ പ്രതിരോധിക്കാൻ വർഷങ്ങൾ ക്ഷമിച്ചതിന്റെ ചരിത്രം അതിന് മുമ്പുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മദീന വഴി സിറിയയിലേക്ക് കച്ചവടത്തിന് പോയ ആ ഒരു സംഘം തിരിച്ചു വരുമ്പോൾ അവരെ തടയാനും അവരോട് ചോദ്യം ചെയ്യാനും വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ട, യുദ്ധത്തിന് തയ്യാറായിട്ടല്ല, ഒരു ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രം പോയി. ആയുധങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. അങ്ങനെ പോയി അവരെ തിരിച്ചു വരുമ്പോൾ ചോദ്യം ചെയ്യണമെന്ന നിലക്ക് നിൽക്കുമ്പോൾ ആ ഒരു വിവരം അബൂ സുഫിയാൻ അറിയുകയാണ്. അബൂ സുഫിയാൻ മടങ്ങുന്ന സമയത്ത് അവരെ മക്കയിലേക്ക് വിവരമറിയിച്ചു. മുസ്ലിങ്ങൾ ഞങ്ങളെ തകർക്കാനും യുദ്ധം ചെയ്യാനും വരുന്നുണ്ട് എന്ന് പറയുകയും ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആളുകൾ വരണമെന്ന് പറഞ്ഞ് സഹായത്തിന് അറിയിപ്പ് കൊടുത്തു. ആ സമയമാണ് അബൂജഹൽ വൻ സൈന്യവുമായിക്കൊണ്ട്, വലിയ സന്നാഹവുമായിക്കൊണ്ട്, ആയിരക്കണക്കിന് ആളുകളുമായിക്കൊണ്ട് യുദ്ധത്തിന് വരുന്നത്. എന്നാൽ ഈ സമയം അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയാണ്. സാധാരണ വരുന്ന വഴി മാറ്റി മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയും ആ വിവരം അബൂജഹലിനെ അറിയിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ മക്കയിലേക്ക് വരേണ്ടതില്ല, ഇനി നിങ്ങൾ മദീനയിലേക്ക് വരേണ്ടതില്ല, കാരണം ഞങ്ങൾ സുരക്ഷിതരായി മടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടും അബൂജഹൽ പിന്മാറാതെ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി അഹങ്കാരിയായിക്കൊണ്ട് ഇനി മുസ്ലിങ്ങളെ തകർത്തേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ആയിരക്കണക്കിന് ഒട്ടകങ്ങളും ലക്ഷക്കണക്കിന് ദീനാറുകളും ചരക്കുകളും ഒക്കെ ആയിക്കൊണ്ട് അവർ ഒരുങ്ങി പുറപ്പെടുകയാണ്. അഹങ്കാരിയായ അബൂജഹലിന്റെ കൂട്ടത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്ക, ഇസ്ലാമിനെതിരെ പാട്ടും നൃത്തവും മദ്യവും ഒക്കെ ആയിക്കൊണ്ട് അവർ മദീനയിലേക്ക് വരികയാണ്. എന്നാൽ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ്. വളരെ പ്രയാസപ്പെട്ടു. വളരെ കുറച്ചാളുകൾ, വലിയൊരു സൈന്യം നമ്മെ തകർക്കാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത പ്രയാസമായി. പ്രതിരോധിക്കാൻ തീരുമാനിച്ചു, കൂടിയാലോചിച്ചു. ഒറ്റക്കുള്ള തീരുമാനമല്ല, എല്ലാവരും ഒന്നിച്ചിരുന്ന് കൂടിയാലോചിച്ചു. അൻസ്വാറുകളും മുഹാജിറുകളും പറഞ്ഞു, നബിയെ, നമ്മൾ എത്ര കുറവാണെങ്കിലും നിങ്ങൾ എന്ത് തീരുമാനിച്ചോ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുകയായിരുന്നു.
ഏത് അഗാധ ഗർത്തത്തിലേക്ക് വിളിച്ചാലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അൻസ്വാരികൾ പറഞ്ഞു, താങ്കൾ സത്യത്തിന്റെ പ്രവാചകനാണ് എന്ന് അംഗീകരിച്ചവരാണ് ഞങ്ങൾ. ആഴക്കടലിലേക്ക്, ആർത്തിരമ്പുന്ന കടലിലേക്ക് നിങ്ങളെങ്ങാനും ഞങ്ങളെ വിളിച്ചാൽ വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അൻസ്വാറുകൾ അവരുടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളിലേക്കൊന്നോ നോക്കൂ. മുഖത്ത് നീണ്ട താടി വളർത്തണമെന്ന് എൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടിയുമില്ല, ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള എത്ര മുസ്ലിങ്ങളുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ മുടി ബാർബർ ഷോപ്പിൽ പോയി കട്ട് ചെയ്യുമ്പോൾ എൻ്റെ റസൂൽ നിരോധിച്ചതുപോലെ ഞാൻ ഒരിക്കലും മുടി വെട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ ധൈര്യമുള്ള എത്ര ചെറുപ്പക്കാരുണ്ട്. നബിയെ, ആർത്തിരമ്പുന്ന കടലിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു അൻസാരികൾ സ്വർഗത്തിലേക്ക് വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, ആ സുന്നത്തുകളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നവർ എത്രമാത്രമുണ്ട്. ബദറിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, എൻ്റെ പ്രവാചകൻ, എൻ്റെ നബി എന്ത് പറഞ്ഞുവോ അത് എനിക്കിഷ്ടമാണ്, അതാണ് എനിക്കൊന്നാം സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ, പർദ്ദയിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ, കല്യാണത്തിനും അങ്ങാടികളിലേക്കും പോകുമ്പോൾ ഈ വേഷം തന്നെയാണ് എനിക്കിഷ്ടമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള എത്ര സഹോദരിമാരുണ്ട്. അതെ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ പറയാൻ, അത് അങ്ങനെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് അൻസ്വാറുകളും മുഹാജിറുകളും പറഞ്ഞത്, നബിയെ, എങ്ങോട്ടാണ് താങ്കൾ വിളിച്ചാൽ ഞങ്ങൾ വരാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമളാൻ നമുക്കത് പറയാൻ കഴിയണം. എൻ്റെ റസൂൽ എന്താണോ എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയാനുള്ള ഈമാൻ നമുക്കുണ്ടാവണം. വെറുതെ ബദറിന്റെ പദങ്ങൾ, ബദറിന്റെ ചരിത്രം കേട്ടു പോവുകയില്ല, പാഠം ഉൾക്കൊള്ളണം. നമുക്ക് വലിയ പാഠങ്ങളാണ് അതിലുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സന്തോഷമായി. അനുയായികളിൽ നിന്നും മനോഹരമായ പ്രതികരണം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സന്തോഷമായി. നേതൃത്വത്തിൻ്റെയും അനുയായികളുടെയും ഐക്യവും കൂടിയാലോചനയുമെല്ലാം വലിയ പാഠങ്ങളാണ്. ഇതെല്ലാം ഇവിടെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാധിപതിയായി തീരുമാനമെടുത്തില്ല, എല്ലാവരുമായി കൂടിയാലോചിക്കുകയാണ്. എണ്ണത്തിന്റെ കുറവ് നന്നായുണ്ട്, വളരെ 1/3 മാത്രമാണ് ആളുകളുള്ളത്. പക്ഷേ അവർക്കൊരു ശക്തിയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ ഫലമുണ്ട്, ധൈര്യമുണ്ട്, പേടിയില്ല, ദീനിന് വേണ്ടിയാണ് പോരാടുന്നത്, സത്യത്തിലാണ് എന്നുള്ള ഉറപ്പുണ്ട്, ആ ഒരു ധൈര്യമുണ്ട്. അങ്ങനെ റമളാൻ 16 രാത്രി ഇരുകൂട്ടർക്കും ഉറക്കമില്ലാത്ത രാത്രിയാണ്. ബദറിന്റെ ഒരു ഭാഗത്ത് മദീനയ്ക്കും മക്കയ്ക്കും ഇടയിലുള്ള, മദീനയിലെത്തുന്നതിന് മുമ്പുള്ള ബദർ എന്നൊരു സ്ഥലത്ത് അവർ പിന്നെ 2 ഭാഗത്തായി ഒരുമിച്ച് കൂടുകയാണ്. മുസ്ലിങ്ങൾ വളരെ പ്രയാസത്തോടുകൂടി, വളരെ നിസ്സഹായരായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ നൃത്തവും പാട്ടും മദ്യവും ഒക്കെയായി വിജയം ഉറപ്പിച്ച്, മുസ്ലിങ്ങളുടെ പതനം ഉറപ്പിച്ചുകൊണ്ട് അവിടെ ആഘോഷം അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ആഘോഷവും മുസ്ലിങ്ങൾ ഒട്ടിയ വയറുമായി പ്രാർത്ഥനകളോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ അസ്വാബ ലൻ തുഅബദ അബദ. അല്ലാഹുവേ, ഈ ഒരു കൊച്ചു സംഘമെങ്ങാനും ഇവിടെ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഈ ഭൂലോകത്ത് നീ ആരാധിക്കപ്പെടുകയില്ല, അങ്ങനെ ഒരു സംഘം ഇനി ബാക്കിയുണ്ടാവില്ല, അല്ലാഹുവെ സഹായിക്കണേ എന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കണ്ട് പറയുകയാണ്, നബിയെ, മതി നബിയെ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചില്ലേ, മതി, ഇനി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പോലും പ്രയാസമായി. ഇനി അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, യുദ്ധം ആരംഭിക്കുകയാണ്. ആദ്യം ദ്വന്ദ്വ യുദ്ധമാണ് നടന്നത്, നേരിട്ടുള്ള യുദ്ധങ്ങൾ. വ്യക്തികൾ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആദ്യമായി മുസ്ലിം പക്ഷത്തു നിന്ന്, ശത്രുപക്ഷത്തു നിന്ന് ആളുകൾ ഇങ്ങനെ ഓരോരുത്തരായി മരണപ്പെട്ടു. അവർ വീണ്ടും വന്നുകൊണ്ടിരുന്നു. അവസാനം ശക്തമായ പോരാട്ടം, ഒന്നിച്ചുള്ള കൂട്ടയുദ്ധം നടന്നു. വാളുകൾ ഇങ്ങനെ, തീപ്പൊരികൾ പാറുന്നുണ്ട്, രക്തം തെറിച്ചു വീഴുന്നുണ്ട്, തലകൾ തെറിച്ചു പോകുന്നുണ്ട്. പക്ഷേ വെട്ടുന്ന ആളെ കാണുന്നില്ല. മുസ്ലിങ്ങൾ ശക്തമായി വിജയം മുന്നോട്ട് പോയിക്കൊടുത്തേ, അവരുടെ ആളുകൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ്, തലകൾ തെറിച്ചു പോകുന്നുണ്ട്, വെട്ടുന്ന ആളെ കാണുന്നില്ല. അപ്പം എന്താ സംഭവം? ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അത്ഭുതകരമായ വിജയം അവസാനം നേടുകയായിരുന്നു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ബദറിൽ സഹായം തേടിയ നിമിഷം 1000 മലക്കുകളെ കൊണ്ട് അള്ളാഹു സഹായിച്ചു. അതിനെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മലക്കുകൾ മുഖേന അള്ളാഹു അവിടെ സഹായിക്കുകയാണ്. ശത്രുക്കൾ ശരിക്കും പതറി, വമ്പിച്ച പരാജയമായിരുന്നു. ശരിക്കും അവർ ഞെട്ടിപ്പോയി. ഈ ഒരു ചെറിയ സംഘത്തോട് എങ്ങനെ പരാജയപ്പെട്ടു എന്ന് അവർക്ക് ഉൾക്കൊള്ളാനോ അവർക്ക് ഓർക്കാനോ കഴിഞ്ഞില്ല. ശത്രുപക്ഷത്തു നിന്നും ഷൈബത്തും ഒത്തുബത്തും അബൂജഹലും പ്രമുഖരായ ഒരുപാട് ആളുകൾ മരിച്ചു. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. സൂറത്ത് ആൽ ഇംറാനിൽ നമുക്ക് കാണാൻ സാധിക്കും.
ബദ്രിൽ അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചതിനെ കുറിച്ച് നന്ദിയുള്ളവരാകാൻ വേണ്ടി പറയുന്നുണ്ട്. അതാ ഒരു നന്ദി ഈ ഒരു സമയത്ത് നമുക്ക് ഓർക്കേണ്ടതുണ്ട് അല്ലേ. നമുക്ക് എത്രമാത്രം വിജയമുണ്ട്, എത്രമാത്രം സൗകര്യങ്ങളുണ്ട് സഹോദരങ്ങളെന്ന് ഓർത്ത് നോക്ക്. എന്തെല്ലാം സൗകര്യങ്ങളും ആശ്വാസങ്ങളുമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നിട്ടും ധിക്കാരിയായിക്കൊണ്ട് സുബഹി നമസ്കാരത്തിന് ഇനിയും പള്ളിയിൽ വരാത്ത, പരിശുദ്ധ റമളാനിൽ പോലും പള്ളിയിൽ വരാൻ മനസ്സില്ലാത്ത എത്ര ആളുകൾ മുസ്ലിം സമുദായത്തിലുണ്ടെന്ന് ഓർത്ത് നോക്കി. ഈ പരിശുദ്ധ റമളാനിൽ പോലും അങ്ങാടികളിൽ പോയി ഷോപ്പിങ്ങിന്റെ പേരിൽ രാത്രികളിലും തറാവീഹ് നമസ്കാരത്തിന് ഇശാ ജമാഅത്തോ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങാടികളിൽ കറങ്ങുന്ന എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ. എന്തുമാത്രം ക്രൂരതയാണ്, എന്ത് നന്ദിയാണ് നമ്മൾ കാണിക്കുന്നത്. ബദറിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയാണ് ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ്. ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. ആ ബദ്രിൽ മുസ്ലിങ്ങളിൽ നിന്നും 14 പേരാണ് ഷഹീദായത്. മുസ്ലിങ്ങളിൽ നിന്നും 14 പേർ, 6 മുഹാജിറുകളും 8 അൻസ്വാറുകളും മരണപ്പെട്ടു, ഷഹീദായി. ശത്രുപക്ഷത്തു നിന്നും 70 പേർ മരിച്ചു, 70 പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ ചരിത്രം സംക്ഷിപ്തമായി ഓർമ്മപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു പോരാട്ടം എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ പോരാട്ടം നടന്നത് ഓരോ പ്രാവശ്യം വരുമ്പോഴും ബദ്ർ മൗലൂദ് കഴിക്കാനോ ബദറിന്റെ ആണ്ട് നടത്താനോ അല്ല. അങ്ങനെ വരെ യാതൊരു മടിയില്ലാതെ പറഞ്ഞ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ ആളുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആദർശം നിലനിർത്താൻ വേണ്ടിയായിരുന്നു. ആ സാമ്രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയായിരുന്നില്ല, ആ രാജ്യം ഒന്ന് വലുതാക്കാൻ വേണ്ടിയായിരുന്നില്ല, സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല. ആദർശത്തിന്റെ പോരാട്ടമായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കും ഒരുപാട് ചെയ്യാനുണ്ട്. ആദർശത്തിന്റെ പോരാട്ടം നമുക്ക് നടത്താനുണ്ട്. ബദ്ർ നമുക്ക് വാളെടുത്തുകൊണ്ടോ തോക്കെടുത്തുകൊണ്ടോ അല്ല നടത്താനുള്ളത്. ഇവിടെ ശക്തമായ പോരാട്ടം അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ വ്യാപനം അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ വീടുകളും ഇതിന്റെ ഭയത്താൽ നിറയുകയാണ്, പല അഡിക്ഷൻ സെന്ററുകളും നിറയുകയാണ് എന്ന് വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുന്ന രൂപമൊന്നും പോലും ആർക്കും അറിയുന്നില്ല. ഏതൊക്കെ രൂപത്തിലാണ് ഈ ലഹരി വരുന്നത് എന്ന് അറിയാത്ത വിധം അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് ലഹരി എത്തുന്നത്, ഒരു പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ലഹരി കിട്ടുന്നത് മാനസികമായ പ്രയാസം വന്ന് പരിശോധിക്കുമ്പോൾ അവരുടെ രക്തവും മൂത്രവും എല്ലാം പരിശോധിച്ചപ്പോൾ ലഹരിയുടെ അംശമുണ്ടെന്ന് മനസ്സിലാക്കി. അത് പരിശോധിച്ചപ്പോൾ എങ്ങനെയാണ് ഈ ലഹരി കുട്ടിയിലെത്തിയത് എന്ന അന്വേഷണം അവസാനം ചെന്നെത്തിയത് പിതാവിലാണ്. രാത്രി ജോലി ചെയ്യുന്ന പിതാവ് രാത്രി ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി എന്തോ ഒരു വസ്തു ആരോ കൊടുത്തതാണ്. അതൊരു ലഹരി വസ്തുവാണെന്ന് ഒരുപക്ഷെ അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ രാത്രി ശക്തി കിട്ടാൻ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ, ഉന്മേഷം ഉണ്ടാവാൻ, രാത്രി ഉറക്കം വരാതെ മുന്നോട്ട് പോകാൻ, ഇതൊക്കെയാണ് കാരണങ്ങൾ സഹോദരങ്ങളെ. ലഹരി വരുമ്പോൾ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. ജോലിക്കൊരു ആവേശം കിട്ടാൻ, ഒരുപാട് സമയം ശക്തമായി കൂടുതൽ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോവാൻ, കൂടുതൽ സമയം ഊർജം കിട്ടാൻ, പരീക്ഷയിൽ കൂടുതൽ മാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാണ്. വേറൊരുത്തനെ ചതിയിൽ കുടുക്കിയത് അവന് പഠിക്കാൻ ഓർമ്മശക്തി വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. എന്തെല്ലാം രൂപത്തിലാണ് ഓർമ്മശക്തി വർദ്ധിക്കാൻ പരീക്ഷ എഴുതുന്ന, എൻട്രൻസ് പരീക്ഷ എഴുതുന്ന ഒരുത്തനെ ഇത് നൽകി. പിന്നെ ഒരു പ്രാവശ്യം രുചിച്ചാൽ പിന്നെ രക്ഷയില്ല. ഏതെല്ലാം രൂപത്തിലാണ് ലഹരികൾ കടന്നു വരുന്നത്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതെത്തി. അതുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാനാവില്ല, നമുക്ക് പോരാടാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ബദർ അതാണ്. നമുക്ക് തിന്മക്കെതിരെ ബദർ നടത്താനുണ്ട്. പക്ഷെ വാളെടുത്തുകൊണ്ട് നല്ല ക്ഷമയും നല്ല സഹനവും വേണം. ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പോരാട്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ് ബദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അള്ളാഹുവിൻ്റെ കൂടെ മറ്റു പലരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റും ധാരാളക്കണക്കിന് കാണാൻ സാധിക്കും. മുസ്ലിം സമുദായത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരായിരുന്നു ബദറിൽ വിജയിച്ച ആളുകൾ. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. ബദറിലേക്ക് പോകുമ്പോൾ അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശത്രുപക്ഷത്തുള്ള അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കൂടെ മറ്റു പലരോടും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതല്ല ചെയ്യേണ്ടത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥന. അതാണ് തൗഹീദ്, അതാണ് തൗഹീദ്. അതാവണം അല്ലെ. മറ്റു പലരും ലോകം നിയന്ത്രിക്കുന്നുവെന്നും കാണുന്നു എന്നും ശിഫയാക്കുന്നു എന്നും പറഞ്ഞ് വ്യാപിക്കുമ്പോൾ, അത്തരം ശിർക്കുകൾ പല രൂപത്തിൽ വ്യാപിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. തൻ്റെ ഇടത്തോടു കൂടി ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. തൗഹീദിൽ ഫദറാതെ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. എല്ലായിടത്തു നിന്നും മടക്കി ഇനിയൊരു രക്ഷയുമില്ല, ആശുപത്രികളിലേക്ക് പോയിട്ട് കാര്യമില്ല, ഇനി ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നറിഞ്ഞാലും എങ്ങോട്ടും പോവാതെ അള്ളാഹുവിനോട് കൈകൾ ഉയർത്താനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. അതാണ് ആദർശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സ് മാറി മറ്റെങ്ങോട്ടെങ്കിലും ചാഞ്ചാടാൻ നിൽക്കുമ്പോൾ, അള്ളാഹു അല്ലാത്തവരിലേക്ക് ചില അവലംബങ്ങൾ എത്തുമ്പോൾ അവിടെ നമ്മുടെ തൗഹീദ് തകർന്നടിയുകയാണ്.
പതറാതെ ഉറച്ചു നിൽക്കാൻ, നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ ബദറിന്റെ ചരിത്രം നമുക്ക് കരുത്താവേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. അബൂജഹൽ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഈ ചരിത്രത്തിൽ നിന്നും അചഞ്ചലമായ വിശ്വാസമാണ് വിജയത്തിന്റെ നിദാനം എന്നുള്ള വലിയ ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പാഠത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട്, ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശക്തി പകർന്നുകൊണ്ട് ആദർശ രംഗത്ത് ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹിൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തഖികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബദറിൽ 2 സംഘങ്ങളാണ് പോരാടിയത്. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ഏത് സന്ദർഭത്തിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൽ മാത്രം അവലംബിക്കുന്ന മുസ്ലിങ്ങളും ഒരുപാട് ദൈവങ്ങളിൽ ആശയർപ്പിക്കുന്ന മുശ്രിക്കുകളും തമ്മിൽ അവരുടെ വിശ്വാസം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅത്തി. 2 സംഘങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് ഇൽതഖത്ത ഫിഅത്തുൻ തുഖാത്തിലു ഫീ സബീലില്ല. ഒന്ന് അള്ളാന്റെ മാർഗത്തിലുള്ളതാണ്. വഉഖ്റ കാഫിറ, മറ്റൊരു സംഘം കാഫിറുകളായി. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, അവർക്ക് ഇവർ ഇരട്ടിയുള്ളതായി തോന്നിക്കുകയാണ്. മുസ്ലിങ്ങൾ കുറേ ഉള്ളതായി തോന്നി അവർക്ക് ഭയം അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു എന്ന് അള്ളാഹു പറയാം. അല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സഹായിക്കും. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, വിവരമുള്ളവർക്ക്, ഉൾക്കാഴ്ചയുള്ളവർക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ഈ ചരിത്രത്തിലുണ്ട്, ഒരുപാട് പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കിയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ അള്ളാഹു സഹായിക്കുമെന്നുള്ളതാണ്. ചില ആളുകൾക്ക് പേടിയാണ്. വിശ്വാസക്കാരെ, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്, എന്നാലും മറ്റവരെന്താ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? സത്യം ഏതാണോ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് യാതൊരു മടി ഉണ്ടാവാൻ പാടില്ല. വിശ്വാസത്തിൽ, സത്യത്തിൽ നമ്മൾ ഉറച്ചു നിന്ന അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. ഏത് പരീക്ഷണങ്ങളെയും അതിജയിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്തിമ വിജയം അത് സത്യത്തിന് തന്നെയായിരിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കും ഇന്ന് ചെയ്യാനുണ്ട് ഒരുപാട് പോരാട്ടം. നേരത്തെ പറഞ്ഞതുപോലെ ആദർശ രംഗത്ത് ശക്തമായ പോരാട്ടം, ശിർക്കിനെതിരെ ശക്തമായ പോരാട്ടം, ദഅവ രംഗത്ത് പരിശുദ്ധ ഖുർആനിലേക്ക് ആളുകളെ വിളിക്കുന്ന പോരാട്ടം നമുക്ക് നടത്താനുണ്ട്. ആളുകൾ തിന്മയിലേക്ക് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഒരാളെങ്കിലും പിടിച്ച് തിരിച്ചു വലിക്കാൻ നാമാണ് മുന്നോട്ട് നിൽക്കേണ്ടത്, നാമാണ് മുന്നിൽ നിൽക്കേണ്ടത്. ആ ശക്തമായ പ്രബോധനം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും നന്മയിൽ നിന്നും അകന്നു പോകുമ്പോൾ ഒരു ചെറിയൊരു ക്ലാസ്സെങ്കിലും സംഘടിപ്പിച്ച് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മുന്നിൽ നിൽക്കണം. എല്ലാവരും മ്യൂസിക്കിൻ്റെയും ആഘോഷങ്ങളുടെയും പിന്നാലെ പോയി എല്ലാത്തരം സിനിമകൾക്കും കൂട്ടുനിൽക്കുമ്പോൾ നമ്മുടെ ആഘോഷം, നമ്മുടെ വീട്ടിലെ ആഘോഷമെങ്കിലും മാതൃകാപരമാക്കുക എന്നത് ശക്തമായൊരു പോരാട്ടമാണ്. അതൊരു ബദറാണ്. ഇന്നത്തെ കാലത്ത് അതൊരു ബദറാണ്. അതാണ് നമുക്ക് ചെയ്യാം. ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതും ശക്തമായ പ്രബോധനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതുമാണ് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ളത്. ബദരീങ്ങളുടെ ആദർശം, ബദറിൽ പങ്കെടുത്തവരുടെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. അവർ യുദ്ധം ചെയ്തത് തൗഹീദിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അതേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത അതേ ആളുകളോട് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ആ ബദരീങ്ങളോട് ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, പരസ്യമായി പച്ചയായിക്കൊണ്ട് അങ്ങനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരെന്തിനു വേണ്ടിയാണ് പോരാടിയത്, എന്തിനു വേണ്ടിയാണ് പട്ടിണി കിടന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അത്രയും വൈരുദ്ധ്യമായ വിശ്വാസങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെയധികം ശക്തമായ, വളരെയധികം സങ്കടമുള്ള കാര്യമാണ്. വളരെ ശക്തമായ പ്രാർത്ഥന, കടുത്ത ശിർക്കിനെതിരെ അള്ളാഹുവോട് നമുക്കെന്ത് ചെയ്യാണ്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതും അതിനെതിരെ പ്രാർത്ഥിക്കുന്ന ശിർക്കിനെതിരെ നമുക്ക് പോരാടേണ്ടതുണ്ട്.
അബൂജഹൽ അള്ളാഹുവിനോടും മഹാന്മാരോടും പ്രാർത്ഥിച്ചവരാണ്. എന്നാൽ മുസ്ലിങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ്. ഓരോ നമസ്കാരത്തിലും ഓരോ ഫാത്തിഹയിലും നമ്മൾ ചൊല്ലുന്നതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, ഇബാദത്ത് നടത്തുകയുള്ളൂ എന്ന് എപ്പോഴും നമ്മൾ പറയുന്നു. പക്ഷേ പലപ്പോഴും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാതെ ഒരു ഒഴുക്കിലിങ്ങനെ പോവാണ് നമ്മൾ. റമളാൻ 17 ഓരോന്ന് കടന്നു വരുമ്പോഴും ആ ബദരീങ്ങളുടെ ഓർമ്മ നിലനിർത്താൻ, സ്മരണ നിലനിർത്താൻ വേണ്ടി ആണ്ട് കഴിക്കുകയും ബിരിയാണി ഉണ്ടാക്കുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു രീതി ആ കാലം മുതൽ അതിനുശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. ഹിജ്റ 11 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കിയുള്ള 300-ലധികം സ്വഹാബിമാരും വീണ്ടും അവിടെയുണ്ട്. ആ സ്വഹാബിമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ആയിരക്കണക്കിന് സ്വഹാബത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരും അങ്ങനെ ഒരു ആഘോഷമോ ഓരോ ബദ്ർ വരുമ്പോഴും ഓർക്കുകയോ അതിന് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നാകെ മരിച്ചത് 14 പേർ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ പിന്നെയും ജീവിച്ചിട്ടുണ്ട്. പലരും പല സമയത്താണ് മരിച്ചത്, പല മാസങ്ങളിലാണ് മരിച്ചത്. അവർ പട്ടിണി കിടന്ന് യുദ്ധം ചെയ്തത് ഇന്ന് ആഘോഷിക്കുന്നത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. ആ ഒരു ആദർശം പിൻപറ്റുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പാട്ടും മാലയും ഒക്കെ ആയിക്കൊണ്ട് അവർ ആഘോഷിക്കുകയാണ്, ഭക്ഷണവും ഒക്കെ ആയിക്കൊണ്ട് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ എത്രമാത്രം അവർ ഭിന്നിച്ചു പോയി, എത്രമാത്രം അവർ വഴിതെറ്റിപ്പോയി എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടിയാണ് നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ആദർശം, ആ ബദരീങ്ങളുടെ ആദർശത്തെ നമ്മൾ സ്വീകരിക്കുക എന്നതാണ്. അതാണ് അവരോടുള്ള സ്നേഹം, അതാണ് അവരോട് ചെയ്യേണ്ടത്. ഓരോ സ്നേഹം എന്ന് പറഞ്ഞ് ഓരോ വർഷവും ഓർത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുകയും തിന്നുകയുമല്ല ചെയ്യേണ്ടത്. അവരോടുള്ള സ്നേഹം, അവർ നൽകിയ സന്ദേശത്തെ സ്വീകരിക്കുക എന്നതാണ്. ആ ഓർമ്മ നമ്മൾ പുതുക്കണം. ആ ആദർശത്തിൻ്റെ ഓർമ്മ നമ്മളെ പുതുക്കേണ്ടതുണ്ട്. അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹു സഹായിക്കുമെന്നുള്ള വലിയൊരു പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത് സമയത്തും ദീനിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനുമായി നമ്മുടെ ബന്ധം എത്രമാത്രമാണെന്ന് നമ്മൾ വിചിന്തനം നടത്തേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ എത്രമാത്രം ചെയ്യാൻ ഇനി പറ്റും? ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഒരു മാറി ചിന്തിക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരുപക്ഷെ അടുത്തൊരു റമളാൻ നമുക്ക് കിട്ടിയേക്കുമോ എന്ന് നമുക്കാർക്കും ഉറപ്പില്ല. അതുകൊണ്ട് റമളാനെ ഉപയോഗപ്പെടുത്താൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശക്തമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. നമസ്കാരത്തിൽ സ്വഫുകളുടെ എണ്ണം കുറഞ്ഞു, എല്ലാ പള്ളികളിലും ആ എണ്ണം കുറഞ്ഞു. തറാവീഹ് നമസ്കാരത്തിന് തുടക്കത്തിൽ പള്ളിയിൽ കൊള്ളാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പള്ളിയൊക്കെ ഒന്നുകൂടി വികസിപ്പിക്കേണ്ടി വരുമോ എന്ന് ആളുകൾ ചിന്തിച്ചുപോയി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രശ്നം തീർന്നു, പഴയ പോലെയായി. ഒരാവേശം മാത്രമായിരുന്നു. നമ്മളങ്ങനെ ആവേശത്തിൻ്റെ ആളുകളായി മാറരുത്. ഇത് നിലനിർത്തണം. അവസാനത്തേക്ക് പുണ്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരൊഴുക്കിൽ ചുറ്റുപാടുകളുടെ കൂടെ നമ്മളങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ, അതിൽ നിന്ന് മാറി നിൽക്കാൻ കുറച്ച് പ്രയാസമാണ്. എല്ലാവരും തിന്മയിലും ഒരൊഴുക്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയുടെയും മൊബൈലിൻ്റെയും കൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നല്ല പ്രയാസമാണ്. ഏറ്റവും പിശാചിനോട് യുദ്ധം ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ യുദ്ധം എന്നുള്ളത്. പിശാച് നമ്മിങ്ങനെ തെറ്റിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പരിശുദ്ധ റമളാനിലെങ്കിലും നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി പോകണം. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിതമാണ്, പുതിയൊരു ലോകമാണ്, പുതിയ കാഴ്ചകളാണ് പിന്നുള്ളത്. അതുകൊണ്ട് അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ ഒരു മാറ്റം വരുത്തേണ്ടതാണ്. തീർച്ചയായും നമ്മൾ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ മഞ്ചേരി കിടങ്ങഴി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ഇപ്പോൾ അത് വികസിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയൊരു പള്ളിയാണ് ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് ആളുകളാണുള്ളത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ അതിലേക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മെ സമീപിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ എന്നും നിലനിൽക്കുന്ന ഒരു സ്വതക്ക, ജാരിയായ സ്വതക്ക എന്നുള്ള നിലയ്ക്ക് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് തന്നെ അതിലേക്ക് ആ പ്രവർത്തകർക്ക് അവിടെയുള്ള തൗഹീദിൻ്റെ ഒരു സ്ഥാപനം ഉയർന്നു വരാൻ വേണ്ടി ആത്മാർത്ഥമായി സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ യുവാക്കളെ നേർവഴിയിലേക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ യുവപദം എന്ന് പറയുന്നൊരു പ്രോഗ്രാം എല്ലാ ചെറുപ്പക്കാരും അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. വരുന്ന ഞായറാഴ്ച മറ്റന്നാൾ വൈകുന്നേരം അസർ നമസ്കാരത്തിന് ശേഷം ഇഫ്താറോടുകൂടി നടക്കുന്നുണ്ട്. പരമാവധി ആളുകൾ എല്ലാവരും പങ്കെടുക്കുക. നല്ല ഒരു ഉത്ബോധനവും നല്ലൊരു തിരിച്ചറിവും ലഭിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അതൊക്കെയാണ് നമ്മൾ നന്മയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾ. അത്തരം അവസരങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ദീനിൽ അടിയുറച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ബദറിൽ നിന്നും ബദറിൻ്റെ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആദർശത്തിൽ പതറാതെ ഉറച്ചു നിൽക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് സ്വർഗപ്രവേശനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് തിന്മകൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്ത പാപികളാണ് അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ പാപങ്ങൾ പുറത്തു തരണേ അള്ളാഹുവെ. നീ വിശാലമായ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഞങ്ങളെ എല്ലാവരെയും പ്രവേശിപ്പിക്കണമേ അള്ളാഹുവെ. ഭീകരമായ നരകശിക്ഷയിൽ നിന്നും കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ അള്ളാഹുവെ. പുതിയ തലമുറയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങൾ, ശക്തമായ പ്രതിസന്ധികൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കളെയും പുതിയ തലമുറയെയും നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب